السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ നിന്ന്, ആയത്തുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠങ്ങളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ശ്രദ്ധേയമായ ഒരു ആയത്താണ് പരിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായം സൂറത്തു അന്നംലിലെ 18-19 ആയത്തുകൾ. സൂറത്തു അന്നംൽ. നംല് എന്ന് പറഞ്ഞാൽ ഉറുമ്പ്. ഈ അധ്യായത്തിൻ്റെ പേര് ഉറുമ്പ് എന്നാണ്. ചെറിയൊരു ജീവി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒരു ജീവി. അതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ ഒരധ്യായം. എന്തായിരിക്കാം കാരണം? അതുപോലെ നമ്മൾ വിചാരിക്കരുത് ഉറുമ്പ് എന്ന അധ്യായമായതുകൊണ്ട് മൊത്തത്തിൽ ഉറുമ്പിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം. ഉറുമ്പിന് എത്ര കാലുണ്ട്, അതേപോലെ തന്നെ ഉറുമ്പിൻ്റെ ജീവിത വ്യവഹാരങ്ങൾ ഒരേ ഒരായത്തിൽ മാത്രമേ ഈ അധ്യായത്തിൽ ഉറുമ്പിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ. അതും ഉറുമ്പിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചല്ല, അതിൻ്റെ ചെറുപ്പത്തെ സംബന്ധിച്ചല്ല, മറിച്ച് ആ ഉറുമ്പിൻ്റെ കാഴ്ചപ്പാടിലെ ഒരു വലിപ്പമാണ് അള്ളാഹു മനുഷ്യർക്ക് പറഞ്ഞു തരുന്നത്. അൽഹംദുലില്ലാ. എന്താണ് സംഭവം? നമുക്കറിയാം, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം വലിയ രാജാവായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായി ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയ പ്രവാചകനാണ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അതേപോലെ ധാരാളം മുഅ്ജിസാത്തുകൾ, മറ്റു പ്രവാചകന്മാർക്കോ മനുഷ്യർക്കോ ലഭിക്കാത്ത വലിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു. അതിനെക്കുറിച്ച് സൂറത്തുൻ നംലിലെ 17-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഹുശറ ലി സുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്തൈരി ഫഹും യൂസഊൻ. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സൈന്യം ശേഖരിക്കപ്പെട്ടു. ആ സൈന്യത്തിൽ ആരൊക്കെയുണ്ട്? മിനൽ ജിൻ, ജിന്നുകളുള്ള സൈന്യം. ആ സൈന്യത്തിൽ ജിന്നുകളുണ്ട്. വൽ ഇൻസ്, മനുഷ്യരുണ്ട്. വത്തൈർ, പക്ഷികളുമുണ്ട്. സൈന്യത്തിലെ മെമ്പർമാരിൽ പക്ഷികളുമുണ്ട്. ഫഹും യൂസഊൻ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഒരു പട നീക്കം. ആ സൈന്യത്തിൽ ഈ പറഞ്ഞവരെല്ലാം ഉണ്ട്. അങ്ങനെ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നേതൃത്വത്തിൽ ഈ വമ്പിച്ച സൈന്യം ഇങ്ങനെ മുന്നേറുന്ന സന്ദർഭത്തിൽ ഹത്താ ഇദാ അതൗ അലാ വാദി നംൽ, വാദി അന്നംലിൽ അഥവാ ഉറുമ്പുകളുടെ താഴ്വാരത്തിലെത്തി സൈന്യം. അങ്ങനെ ആ വലിയ സൈന്യത്തെ കണ്ടപ്പോൾ ഖാലത് നംലത്തുൻ, അതിൽപ്പെട്ട ഒരു ഉറുമ്പ് പറഞ്ഞു. അതാണ് ഈ അധ്യായത്തിന് ഈ പേര് ലഭിക്കാൻ കാരണം. എന്താണ് ഉറുമ്പ് പറഞ്ഞത്? യാ അയ്യുഹൻ നംലു, ഓ ഉറുമ്പുകളെ. ഇത് ഉറുമ്പിൻ്റെ നേതാവാണ്, ഉറുമ്പുകളുടെ നേതാവാണ്. ആ നേതാവിൻ്റെ ഗുണകാംക്ഷയാണ്. തൻ്റെ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്, യാ അയ്യുഹൻ നംൽ, ഉറുമ്പുകളുടെ സമൂഹമേ, എൻ്റെ സമൂഹമേ, അല്ലെങ്കിൽ എൻ്റെ ആളുകളെ, ഉദ്ഖുലൂ മസാകിനകും, എല്ലാവരും അവരവരുടെ വീടുകളിൽ പ്രവേശിക്കൂ. എല്ലാവരും അവരവരുടെ വീടുകളിൽ, മസ്കൻ അതിൻ്റെ ജംആണ് മസാകിൻ, എല്ലാവരും വീട്ടിലേക്ക് കയറൂ. എന്താ കാരണം? ലാ യഹ്തിമന്നകും സുലൈമാൻ, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം, അതേപോലെ തന്നെ വജുനൂദുഹു, അദ്ദേഹത്തിൻ്റെ സൈന്യം, ജിന്നുകൾ, പറവകൾ, മനുഷ്യർ, ഈ സൈന്യം വരുന്നുണ്ട് ഈ താഴ്വാരത്തിലൂടെ.
അവർ നിങ്ങളെ ചവിട്ടി അരച്ചു പോവാതിരിക്കാൻ. കാരണം നമ്മൾ ചെറിയ ജീവികളാണ്. അവരുടെ കാലിനടിയിൽ പെട്ടുപോവാതിരിക്കാൻ എല്ലാവരും വീട്ടിലേക്ക് കയറണം. എന്നിട്ട് ഇനി ഉറുമ്പ് പറഞ്ഞതാണ് ശ്രദ്ധേയമായത്, മനുഷ്യർക്ക് പാഠമാവേണ്ടത്, മുസ്ലിമീങ്ങൾ പാഠം ഉൾക്കൊള്ളേണ്ടത്. എന്താണ് ഉറുമ്പ് പറഞ്ഞത്? വഹും ലാ യശ്ഉറൂൻ, അവർ അറിയാതെ നിങ്ങളെ ചവിട്ടിപ്പോവാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ആ ഉറുമ്പ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചും ആ സൈന്യത്തെ സംബന്ധിച്ചും ഹുസ്നുല്ലന്ന് വെച്ച് പുലർത്തിയെന്നാണ്. അറിഞ്ഞുകൊണ്ട് എന്നല്ല പറഞ്ഞത്, അറിയാതെ സംഭവിക്കും. ഈ ഒരു ഹുസ്നുല്ലൻ, നല്ലത് ചിന്തിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക. കുറ്റപ്പെടുത്തിയില്ല, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറ്റപ്പെടുത്തിയില്ല, ആ സൈന്യത്തെ കുറ്റപ്പെടുത്തിയില്ല, അറിയാതെ സംഭവിക്കുന്നതാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉലമാക്കൾ പറയുന്നത്, ഇബ്നു ജരീർ ത്വബരി, ഇമാം ഖുർത്തുബി തുടങ്ങിയിട്ടുള്ള വലിയ വലിയ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നൊരു കാര്യം, ഉറുമ്പ് അവിടെ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയിലേക്ക് ഒരു തുഹമത്തും ചേർത്ത് പറഞ്ഞില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട് എന്നാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ബേസിക്കലി നല്ലത് മാത്രമേ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാവൂ, എതിരായ കാരണങ്ങൾ വ്യക്തമായി തെളിയാത്ത കാലത്തോളം. വഹും ലാ യശ്ഉറൂൻ എന്നാണ് പറഞ്ഞത്. രണ്ട്, ഈ ഉറുമ്പിന് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയെ അറിയാം. ഈ ആയത്തിൽ അതിന് തെളിവുണ്ട്. അതുകൊണ്ടാണ് ലാ യഹ്തിമന്നകും സുലൈമാനു, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലിനടിയിൽ നിങ്ങൾ പെട്ടുപോവാതിരിക്കാൻ. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയെക്കുറിച്ച് ഉറുമ്പിനറിയാം, അത് നബിയാണെന്നും നീതിമാനാണ് എന്നും അദ്ദേഹത്തിന് ളുൽമ് എന്താണ് എന്നറിയില്ല എന്നും. ലാ യഅരിഫുൽ ളുൽം, അദ്ദേഹം ഒരിക്കലും ളുൽമ് ചെയ്യുന്ന ആളല്ല, ഒരു അക്രമിയല്ല, അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല, ഒരു നബിയാണ്. അതുകൊണ്ട് തന്നെ നല്ലതേ വിചാരിക്കാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് മോശമായ ആരോപണം പറഞ്ഞപ്പോൾ, ലൗലാ ഇദ് സമിഅ്തുമൂഹു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറ, നിങ്ങളത് കേട്ടപ്പോൾ വിശ്വാസികൾക്ക് പരസ്പരം ഖൈർ ചിന്തിച്ചുകൂടായിരുന്നോ? അതേപോലെ തന്നെ വിശ്വാസികൾ മറ്റൊരു വിശ്വാസിക്ക് ഉദ്റിനെ തേടണം എന്നാണ്, ന്യായീകരണം നമ്മൾ തേടണം എന്നാണ്. അതങ്ങനെ ആയിരിക്കാം, അതങ്ങനെ പറഞ്ഞതല്ല, അതങ്ങനെ ചെയ്തതല്ല, അതറിയാതെ സംഭവിച്ചതാണ്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ധരിച്ചിട്ടുണ്ടാകാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നിങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ വല്ലതും തോന്നിയാൽ 70ഓളം കാരണങ്ങൾ നിങ്ങൾ അവർക്ക് വേണ്ടി അന്വേഷിക്കണമെന്ന്. അതൊരെണ്ണം പറയൽ, അത് അറബികളുടെ ഒരു സ്റ്റൈലാണ്. അഥവാ എണ്ണമറ്റ കാരണങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക, അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കല്ല, നിങ്ങൾ സ്വയം കരുതണം എന്നാണ്. അദ്ദേഹത്തിന് ഇന്ന ന്യായങ്ങളുണ്ടാകാം, അങ്ങനെ നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ. സഹോദരങ്ങൾക്ക് ഉദ്റിനെ തേടണം, അവരെക്കുറിച്ച് നല്ല ചിന്തയുണ്ടാകണം, മോശമായ ചിന്ത ഉണ്ടാവരുത്. ആ ചെറിയ ഉറുമ്പിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിന് ഈ പേര് നൽകി. ആ ഉറുമ്പിൻ്റെ പരാമർശം, ഉറുമ്പുകൾ സംസാരിക്കുമോ? സംസാരിക്കും. കാരണം ഇവിടെ മുഅ്ജിസത്ത് ആർക്ക് മാത്രമേ ഉള്ളൂ? സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മാത്രമേ മുഅ്ജിസത്തുള്ളൂ. അപ്പോൾ പിന്നെ ഉറുമ്പിൻ്റെ സംസാരമോ? ഉറുമ്പ് നബിയായിട്ടല്ല, ഉറുമ്പ് റസൂലായിട്ടല്ല, ഉറുമ്പുകൾ സംസാരിക്കും. അവരുടെ വീടുകൾ, നിങ്ങൾ വീടുകളിലേക്ക് കയറും, ഉറുമ്പിൻ്റെ വീട് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ, യൂട്യൂബിലും മറ്റും. അവർ സംഘങ്ങളാണ്, സമൂഹങ്ങളാണ്, അത്ഭുതപ്പെടുത്തുന്ന സമൂഹങ്ങളാണ്. അവർക്ക് മെസ്സേജുകളുണ്ട്, അവരുടെ മെസ്സേജുകളെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അവർക്ക് അവരുടേതായ സംസാരങ്ങളുണ്ട്. ഈ സംസാരം മനസ്സിലാക്കാൻ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സാധിച്ചു എന്നതാണ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുഅ്ജിസത്ത്. അത് മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ അദ്ദേഹം കേട്ടു. ഉറുമ്പ് സംസാരിക്കുന്നത്, അവരുടെ ആളുകളെ വിളിച്ച് എല്ലാവരും വീട്ടിലേക്ക് കയറിക്കോ എന്ന് പറയുന്നത് ആര് കേൾക്കുകയാണ്? സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം കേൾക്കുകയാണ്. അപ്പോൾ ഈ 18-ാമത്തെ ആയത്തിൽ ഉറുമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത് വഹും ലാ യശ്ഉറൂൻ. അതേപോലെ തന്നെ ഉലമാക്കൾ പറയുന്നത്, ഫുഖഹാക്കൾ പറയുന്നത്, ആരിഫീങ്ങൾ പറയുന്നത് വഹും ലാ യശ്ഉറൂൻ. ഈ ഒരു വേർഡ് മനുഷ്യ സമൂഹത്തിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും പരിഹരിച്ചു കളയുന്നതാണ്. ധാരാളം തർക്കങ്ങളില്ലാതെയാക്കും, ധാരാളം ഹുസൂമാത്തുകൾ, തർക്കങ്ങൾ, ധാരാളം പ്രശ്നങ്ങൾ, ഫാമിലി പ്രശ്നങ്ങൾ ഒക്കെ ഇല്ലാതാക്കും. അതറിയാതെ പറ്റിയതാണ് എന്ന് ചിന്തിച്ചാൽ മതി എന്ന്. മറിച്ച് ഒരാളിൽ നിന്ന് അറിയാതെ സംഭവിച്ചതാണെങ്കിലും
70 ന്യായീകരണങ്ങളല്ല കണ്ടെത്തുന്നത്, കുറ്റപ്പെടുത്താനുള്ള 70 കാരണങ്ങളാണ് മനുഷ്യൻ കണ്ടെത്തുന്നത്. അതങ്ങനെയാണ്. ഇപ്പോൾ കല്യാണത്തിന് വിളിക്കാൻ വിട്ടുപോയതായിരിക്കും, മറന്നുപോയതായിരിക്കും, അതവൻ പണ്ട് എന്നോട് അവന് അത്ര ഇഷ്ടമില്ല, അങ്ങനെ തുടങ്ങി. പിന്നെ ആ കല്യാണത്തിന് വിളിക്കാത്തതിന് 100 കാരണങ്ങൾ അയാൾക്ക് എതിരായിട്ടാണ് ചിന്തിക്കുന്നത്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, കൂട്ടുകാർ തമ്മിൽ എന്തെങ്കിലും ഒന്നുണ്ടായാൽ അതറിയാതെ പറ്റിയതാണ്, വഹും ലാ യശൂറൂൻ എന്നല്ല ചിന്തിക്കുന്നത്, മറിച്ച് ഇത് മനഃപൂർവ്വം എന്നോട് ചെയ്തതാണ്. അതിനൊരുപാട് ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നു. നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഉറുമ്പിൽ വലിയ പാഠമുണ്ട്. ഈ ഉറുമ്പ് പറഞ്ഞ ഈ വാക്ക് മനുഷ്യർ, വിശ്വാസികൾ അവരുടെ ഒരു ആദർശമായി സ്വീകരിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ, അയൽപക്കങ്ങളിലൊക്കെ ഇല്ലാതെയാകുമെന്ന് ഉലമാക്കൾ വിശദീകരിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിന് ആ പേര് നൽകിയതും ഉറുമ്പിൻ്റെ വാക്ക് പ്രത്യേകം നമ്മെ അള്ളാഹു പഠിപ്പിച്ചതും വെറുതെയല്ല, ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിച്ചതിലുമുണ്ട് ഒരുപാട് ഗുണപാഠങ്ങൾ. എന്താണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്? ഫതബസ്സമ ളാഹികൻ മിൻ ഖൗലിഹാ. ആ പെണ്ണുറുമ്പിൻ്റെ വാക്ക് കേട്ട്, അല്ലെങ്കിൽ ആ ഉറുമ്പിൻ്റെ വാക്ക് കേട്ട് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ചിരിച്ചു. ഒന്ന് അല്ലാഹു നൽകിയ ആ മുഅ്ജിസത്ത്, ആ അനുഗ്രഹത്തെ ഓർത്ത് സന്തോഷം കൊണ്ടുള്ള ചിരിയാണ്. കാരണം ഒരു ഉറുമ്പ് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റില്ലേ, മനസ്സിലാക്കാൻ പറ്റില്ലേ? അതൊരു ചെറിയ കാര്യമാണോ? അതൊരു ചെറിയ കാര്യമല്ല. രണ്ടാമത്തത്, ആ ഉറുമ്പ് പറഞ്ഞ ആശയങ്ങളാണ്. യാ അയ്യുഹന്നംലു, ഉറുമ്പുകളെ വീട്ടിലേക്ക് കയറൂ. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയും ജുനൂദും നിങ്ങളെ ചവിട്ടി അരയ്ക്കാതിരിക്കട്ടെ. ആ ഉറുമ്പിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധമാണത്, നസീഹത്താണത്, ഗുണകാംക്ഷയാണത്, ഒരു നേതാവിനുണ്ടാവേണ്ട ക്വാളിറ്റിയാണത്. പരിക്ക് പറ്റരുത്, അറിഞ്ഞാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്കൊരു പരിക്ക് പറ്റാൻ പാടില്ല. എല്ലാവരും വീട്ടിലേക്ക് കയറൂ. മനുഷ്യർ പറയുന്നുണ്ടോ അങ്ങനെ? പുറത്തിറങ്ങി വിപ്ലവം ഉണ്ടാക്കാനല്ലേ പറയുന്നത്? ഇതങ്ങനെയല്ല. ഉറുമ്പിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും മനുഷ്യനെ? ഒരു ഉറുമ്പ് കടിച്ചാൽ തന്നെ ഒരാളുടെ കോൺസെൻട്രേഷൻ തെറ്റൂലേ? പക്ഷേ വീട്ടിലേക്ക് കയറുക എല്ലാവരും. ആ ഉത്തരവാദിത്വ ബോധം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്ത്. അങ്ങനെ അദ്ദേഹം ചിരിച്ചു എന്നാണ്, അഥവാ ലം യഗ്ളബ് എന്നാണ്. അദ്ദേഹം കോപിച്ചില്ല. ആ സൈന്യത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് അതൊരു പോരായ്മയായി കണ്ടില്ല. കാരണം അങ്ങനെയാണ് ചെയ്യേണ്ടത്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ദേഷ്യമല്ല ഉണ്ടായത്, ചിരിയാണ് വന്നത്. അദ്ദേഹം ചിരിക്കുകയുണ്ടായി. ഫതബസ്സമ ളാഹികൻ മിൻ ഖൗലിഹ. പിന്നെയോ വഖാല റബ്ബി, ഉടനെ തന്നെ പറയുകയാണ്, അല്ലാഹുവേ, എൻ്റെ റബ്ബേ, ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നീ എനിക്ക് പ്രചോദനം നൽകണേ റബ്ബേ. വഅൻ അഅമല സാലിഹൻ തർദാഹ്, നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ എനിക്ക് തൗഫീക്ക് നൽകണേ. വഅദ്ഖിൽനി ബിറഹ്മതിക്, നിൻ്റെ കാരുണ്യം കൊണ്ട് നീ എന്നെ പ്രവേശിപ്പിക്കണമേ. ഫീ ഇബാദിക സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ നിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. അവിടെയും ഉലമാക്കൾ പറയുന്നത്, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഈ ഒരു വലിയ മുഅ്ജിസത്ത് സംഭവിച്ചപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഗ്രഹം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആദ്യം പ്രവേശിച്ചത് ശുക്റാണ് എന്നാണ്. അല്ലാതെ എജാബല്ല, ഞാൻ വലിയ ആളാണ് എന്നുള്ള ചിന്തയല്ല. ഞാൻ വലിയ ആളാണ്, അതല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള തനിക്കുള്ള വ്യത്യാസം, ആ ഒരു കിബർ, ആ ഒരു അഹങ്കാരം, അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നതേയില്ല. നിഅമത്ത് കണ്ടപ്പോൾ ആദ്യം തന്നെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചത് ശുക്റാണ്, റബ്ബിനോടുള്ള ദുആ ആണ്, തവാളു ആണ്. ഒരാൾ ദുആ ചെയ്യുന്നു എന്നത് ആ വ്യക്തിയുടെ വിനയത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ഈ വമ്പിച്ച നിഅമത്ത് കണ്ടപ്പോൾ അദ്ദേഹം ചിരിക്കുകയും ഉടനെ തന്നെ അത് ഒരു ഇബാദത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു എന്നാണ്. ഉടനെ തന്നെ അദ്ദേഹം ചെയ്യുന്ന എന്താണ്? കണ്ടോ, എല്ലാവരോടും പറഞ്ഞ് ഇതാണ് എൻ്റെ വലിപ്പം, ഇതാണ് ഞാൻ വലിയ രാജാവാണ്, ഉറുമ്പിൻ്റെ സംസാരം എനിക്ക് കേൾക്കാൻ പറ്റി, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള ഒരു രാജാവിൻ്റെ വലിയ പ്രഖ്യാപനമല്ല. നമ്മുടെ നാടുകളിൽ കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴേക്ക് അതൊക്കെ വലിയ കാര്യങ്ങളാണ്, ഞാൻ വലിയ ആളാണ് എന്നിങ്ങനെ പറഞ്ഞ് സ്വന്തം വലിപ്പം നടിക്കുകയല്ല സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. അദ്ദേഹം ആ ഉറുമ്പിൻ്റെ സംസാരം
ഉറുമ്പാണ് സംസാരിച്ചത്, എത്രയോ ചെറിയ ജീവിയാണ്. എന്നിട്ടും അദ്ദേഹം എന്ന ആ മഹാനായ പ്രവാചകൻ, ആ വലിയ രാജാവ് വിനയത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദുആയിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? റബ്ബി ഔസിഇനി, പടച്ച റബ്ബേ നീ എനിക്ക് പ്രേരണ നൽകണേ റബ്ബേ. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും നന്ദി കെട്ടവനായി പോകാൻ പാടില്ല. നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കാത്തവനായി ഞാൻ മാറാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് നിൻ്റെ സഹായം വേണം റബ്ബേ. നീ എന്നെ സഹായിക്ക് റബ്ബേ. നീ എൻ്റെ മനസ്സിൽ എനിക്ക് ഇൽഹാമ് താ റബ്ബേ, എന്നെ ഓർമ്മപ്പെടുത്ത് റബ്ബേ. അതാണ് ഔസിഇനി എന്ന് പറഞ്ഞാൽ നീ എന്നെ പ്രേരിപ്പിക്കണേ എന്ന് റബ്ബിനോട് എന്നെ പറയാണ്. എന്തിന്? അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലൈ, നീ എനിക്ക് ചെയ്തു തന്ന ഈ മഹത്തായ അനുഗ്രഹം, ഈ മുഅ്ജിസാത്തുകൾ. വഅല വാലിദൈ, എൻ്റെ ഉപ്പയായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്കും എൻ്റെ ഉമ്മാക്കുമൊക്കെ റബ്ബേ നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് കൂടി ഞാൻ നന്ദി കാണിക്കാം. മാതാപിതാക്കൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് പോലും നന്ദി കാണിക്കാൻ നീ എന്നെ പ്രേരിപ്പിക്കണം. അപ്പോൾ അനുഗ്രഹം നൽകിയതാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനും സഹായിക്കണമേ എന്ന് ആരോട് തന്നെയാണ് പറയുന്നത്? അള്ളാഹുവിനോടാണ് പറയുന്നത്. കാരണം റബ്ബിൻ്റെ സഹായമില്ലെങ്കിൽ അത് സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യാ മുആദ് ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ താങ്കളെ സ്നേഹിക്കുന്നു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഓരോ 5 വഖ്ത് നമസ്കാര ശേഷവും താങ്കൾ ഇങ്ങനെ പറയാൻ മറന്നു പോവരുത്, അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ, അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ, വശുക്രിക, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതി, നിനക്ക് ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാൻ, വഅൻ അഅമല സാലിഹൻ തറലാഹ്, പിന്നെ പറയുന്നത് നീ ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്യാൻ, അഥവാ നന്ദി കാണിക്കുവാൻ, അഹങ്കരിക്കാനല്ല. അത് റബ്ബിന് ഇഷ്ടമല്ല. അള്ളാഹുവിന് കിബ്ർ ഇഷ്ടമല്ല. പിന്നെ റബ്ബിന് എന്താണ് ഇഷ്ടം? തവാളു. അതുകൊണ്ട് അള്ളാഹുവേ നീ എനിക്ക് വിനയം നൽകണേ, നീ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എന്നെ നീ സഹായിക്കണേ. വീണ്ടും വഅദ്ഖിൽനി ബിറഹ്മതിക്, നിൻ്റെ അതിമഹത്തായ കാരുണ്യം കൊണ്ട് നീ എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ ഒരാൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾക്കും തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വർഗത്ത് പോകാൻ കഴിയില്ല. സ്വഹാബത്ത് ചോദിച്ചു, വമാ അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങളുടെ കാര്യവും അങ്ങനെയാണോ? അതല്ല ഞങ്ങളുടെ കാര്യം പറഞ്ഞതാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ അമൽ കൊണ്ട് സ്വർഗത്ത് പോകാൻ പറ്റുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? വമാ അന, എൻ്റെ കാര്യവും അങ്ങനെ തന്നെ. അമൽ കൊണ്ട് സ്വർഗത്ത് പോകാൻ കഴിയില്ല. പിന്നെ ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞെങ്കിലല്ലാതെ നമുക്കാർക്കും സ്വർഗത്ത് പോകാൻ കഴിയില്ല. ആ റഹ്മത്ത് കിട്ടാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. അല്ലാതെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലമല്ല സ്വർഗം. എന്ന് പറഞ്ഞാൽ പ്രവൃത്തി കൊണ്ട് സ്വർഗം കിട്ടൂല എന്നല്ല പറയുന്നത്. മറിച്ച് സ്വർഗം അതിനേക്കാളൊക്കെ എത്രയോ വലിപ്പമുള്ളതാണ്, അനന്തമാണത്. അവിടെ മരണമില്ല. മരണമില്ലാത്ത ഒരു ലോകത്ത് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകം നേടിയെടുക്കുക എന്നുള്ളത് നിസ്സാരമായ മനുഷ്യായുസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ആയുസ് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാമത്ത് നാളിൻ്റെ ഭയാനകത കാണുമ്പോൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ തലകുത്തി നിന്ന് ഇബാദത്ത് ചെയ്താലും അത് മതിയാവുകയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്നത് തന്നെ വമ്പിച്ച അനുഗ്രഹമാണ്, വമ്പിച്ച അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, വഅദ്ഖിൽനി ബിറഹ്മതിക്, നിൻ്റെ കാരുണ്യം കൊണ്ട് നീ പ്രവേശിപ്പിക്കണേ റബ്ബേ, ഫീ ഇബാദിക സ്വാലിഹീൻ, സാലിഹീങ്ങളായ നിൻ്റെ അടിമകളിൽ എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന് ദുആ ചെയ്യുന്നത് ആരാണ്? ഒരു നബി. നബിയേക്കാൾ വലിയ സ്ഥാനം എന്താണുള്ളത്? മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു തിരഞ്ഞെടുത്തവരാണല്ലോ അമ്പിയാക്കൾ. ആ പ്രവാചകനാണ് പറയുന്നത്, സ്വാലിഹീങ്ങളിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ റബ്ബേ, നീ തൃപ്തിപ്പെട്ട അമല് ചെയ്യാൻ എനിക്ക് തൗഫീക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആരാണ്? ഒരു പ്രവാചകൻ. നന്ദി കാണിക്കുവാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആരാണ്? ഒരു പ്രവാചകൻ. എങ്കിൽ പിന്നെ ഞാനും നിങ്ങളും എങ്ങനെ പ്രാർത്ഥിക്കണം? എത്രമാത്രം വലിയ രൂപത്തിൽ നാം പ്രാർത്ഥന നിർവഹിക്കേണ്ടതുണ്ട് റഹ്മാനായ റബ്ബിനോട്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ, ഈ 2 വചനങ്ങൾ, ഉറുമ്പിൻ്റെ സംസാരവും അതിനോട് പ്രതികരിച്ചുകൊണ്ട് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നും ഉണ്ടായത് എനിക്കും നിങ്ങൾക്കും ഗുണപാഠമാകണം. നല്ല സ്വഭാവമുണ്ടാവുക, വാക്കുകളിലും നിലപാടുകളിലും നീതിപൂർവം നിലപാടുകൾ സ്വീകരിക്കുക, ഹുസ്നുള്ളന്നുണ്ടാവുക, മറ്റുള്ളവരെക്കുറിച്ച് നല്ല ചിന്തകൾ ഉണ്ടാവുക. അതോടൊപ്പം അള്ളാഹു ഒരു അനുഗ്രഹം നമുക്ക് നൽകിയാൽ ഉടനെ തന്നെ റബ്ബിനോട് ശുക്ർ കാണിക്കുക, റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക.
വിനയാന്യതരായി തീരുക. ഈ വലിയ 2 പാഠങ്ങളാണ് നമുക്ക് ഈ 2 ആയത്തുകളിൽ നിന്ന് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ ഗുണപാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.